ഈ സമീപകാലത്ത് ഉയർന്നു വന്ന വലിയൊരു വെല്ലുവിളിയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പി വി അൻവറിൻ്റെ നീക്കങ്ങൾ. പക്ഷേ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നതും വളരെ പ്രധാനമാണല്ലോ. അമൽ തേരമ്പറമ്പിൽ, അമൽ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്ന ശേഷം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്, തുടർ പ്രസ്താവനകൾ പാടില്ല, ഇത് ശരിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം ഇനി തുടർ പ്രസ്താവനകൾ പാടില്ല, പാർട്ടിയിലായിരുന്നു കാര്യങ്ങൾ പറയേണ്ടത് എന്ന് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ അൻവർ നേരത്തെ ചിലത് നിശ്ചയിച്ചിട്ടുണ്ടാകാം. പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്നതാണോ CPM സെൻട്രൽ ലീഡർഷിപ്പിൽ ഉള്ള വിലയിരുത്തൽ? CPM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്ന ആളാണ് പി വി അൻവർ. സ്വാഭാവികമായും പാർട്ടി പറയുന്നത് പി വി അൻവറിന് അംഗീകരിക്കേണ്ടി വരും. പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ, അല്ല എങ്കിൽ അൻവറിന് എങ്ങനെയും മുന്നോട്ട് പോകാവുന്ന അവസ്ഥയാണ്. അതാണിപ്പോൾ അൻവർ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി കൈവിട്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി കൈവിട്ടിരിക്കുന്നു. പാർട്ടിയുടെ ചില സൈബർ ഹാൻഡിലുകൾ മാത്രം, പോരാളി ഷാജിയും റെഡ് ആർമിയും പോലത്തെ പോരാളികൾ മാത്രമാണ് പി വി അൻവറിന് പിന്തുണയായുള്ളത്. അതോടൊപ്പം തന്നെ KT ജലീലിനെയും കാരാട്ട് റസാഖിനെയും പോലുള്ള ആളുകളൊക്കെ പിന്തുണയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അൻവറിന് പൊതുമധ്യത്തിൽ നിന്നും കിട്ടുന്ന പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക് പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ പിന്തുണയില്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പി ശശിക്കെതിരെയോ അല്ലെങ്കിൽ ADGP MR രാജ്കുമാറിനെതിരെയോ നടപടിയെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നതിലൂടെ എന്താണ് സർക്കാരിൻ്റെ നിലപാടെന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നിലപാട് ഇന്നലെ പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി ഇത്തരം തുടർ പ്രസ്താവനകളിൽ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും വലതുപക്ഷ മാധ്യമങ്ങൾക്കും ആയുധം കയ്യിൽ വെച്ച് കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നും അൻവർ മാറി നിൽക്കണം. അത് നിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ 3:30 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. എന്തായാലും ആ പ്രസ്താവനയെയും നിർദ്ദേശത്തെയും എല്ലാം ലംഘിക്കുകയാണ് പി വി അൻവർ. ഇപ്പോഴെന്തായാലും അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിരിക്കുന്നു: ഒരു നാട്ടിൽ അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇരുട്ട് മുൻപ് അതിൽ തീർപ്പുണ്ടാകണം, അല്ലെങ്കിൽ ആ നാട്ടിൽ കലാപം ഉണ്ടാകും. ഇനിയിപ്പോൾ കലാപം ഉണ്ടായില്ല എങ്കിൽ കൂടി വിലാപങ്ങൾക്ക് അറുതി വേണം, നീതിയില്ലെങ്കിൽ നീ തീയാവുക, അങ്ങനെയാണല്ലോ. അപ്പോൾ അതിലെ ഒരു വാചകം അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്: നീതിയില്ലെങ്കിൽ നീ തീയാവുക. ഇനിയിപ്പോൾ കലാപമാണോ അൻവർ ഉദ്ദേശിക്കുന്നത്, അതോ ഇന്ന് അൻവർ ഇതെല്ലാം കെട്ടടങ്ങി ഈ പറയുന്ന തീയെല്ലാം അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവർ ഒട്ടും അടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അൻവറിൻ്റെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള നീക്കമാണ് ഉണ്ടാകുന്നത് എന്നത് ഇപ്പോഴും അവ്യക്തമാണ് എങ്കിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് നീക്കമാണ് അൻവറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് തന്നെയാണ് വളരെ പ്രധാനം. നീതിയില്ലെങ്കിൽ തീയാവുക എന്ന് പറയുമ്പോൾ പണ്ട് പിണറായി പറഞ്ഞ പോലെ പാർട്ടി ഒരു തീപ്പന്തമായി മാറും, അതുകൂടിയുണ്ട് മറുഭാഗത്ത്.